കടുത്തുരുത്തി IHRDയുടെ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ ബിരുദദാന സമ്മേളനം നടന്നു. അഡ്വക്കേറ്റ് മോൻ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ഉന്നത വിദ്യാഭ്യാസം നേടുന്ന വിദ്യാർത്ഥികൾ ഈ നാടിനു വേണ്ടി പ്രവർത്തിക്കണമെന്ന് MLA ആവശ്യപ്പെട്ടു. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ വിവിധ പദ്ധതികൾ കടുത്തുരുത്തിയിലെ IHRD കോളേജിലേക്ക് ഭാവിയിൽ കൊണ്ടുവരുന്നതിനെ കുറിച്ചുള്ള നല്ല ചിന്തകൾ, നല്ല നിർദ്ദേശങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ ഏറ്റവും ഗുണകരമാണ് എന്ന് എനിക്കും ബോധ്യമുണ്ട്. ഇപ്പോഴുള്ള ഇലക്ഷൻ കാലഘട്ടത്തിലേക്കെല്ലാം പോവുകയാണ്. ലോക്കൽ ബോഡി ഇലക്ഷൻ വരുന്നു, നിയമസഭാ ഇലക്ഷൻ വരുന്നു. ഭാവി കാലഘട്ടത്തിൽ കടുത്തുരുത്തി IHRD കോളേജിൽ നേരിടും. നമ്മുടെ ഈ കോളേജിൽ ഇനി കുട്ടികൾ കൂടുതലായി വരുന്നതിനും കോളേജിന്റെ ഭാവി പുരോഗതിയിലേക്കും കുട്ടികൾക്ക് താല്പര്യമുള്ള, ഇവിടെ കടന്നു വരാൻ താല്പര്യമുള്ള ഒരു ക്യാമ്പസ് ആയതിനെ മാറ്റുവാൻ കഴിയുന്ന വിധത്തിലുള്ള ദീർഘവീക്ഷണത്തോടെ നിരവധി കാര്യങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അതിനെ ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇനി മെച്ചപ്പെടണം, കെട്ടിട സംശയങ്ങൾ കൂടുതലുണ്ടാകണം, കൂടുതൽ കാര്യങ്ങൾ ഇവിടെ നടക്കണം. നമുക്കതിനു വേണ്ടിയുള്ള ഫണ്ട് കണ്ടെത്തണം, അത്തരം കാര്യങ്ങൾ നടപ്പാക്കുന്നതിനുള്ള സമയം വേണം. ഇതെല്ലാം മുന്നോട്ട് ഗൗരവമായി നമുക്ക് ഏറ്റെടുക്കാവുന്ന കാര്യങ്ങളാണ്. IHRD ഡയറക്ടർ ഡോക്ടർ V. അരുൺകുമാർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. പഠനം കഴിഞ്ഞിറങ്ങുന്ന ഓരോ വിദ്യാർത്ഥിയും കോളേജിന്റെ ബ്രാൻഡ് അംബാസിഡർ ആകണമെന്ന് അദ്ദേഹം ഉദ്ബോധിപ്പിച്ചു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സൃഷ്ടിക്കുന്ന അവസരങ്ങൾ വിദ്യാർത്ഥികൾക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയണമെന്നും അദ്ദേഹം പറഞ്ഞു. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ CT അരവിന്ദകുമാർ ബിരുദ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. അഭിരുചിക്ക് അനുസരിച്ചുള്ള പഠനം സാധ്യമാക്കുന്നതാണ് 4 വർഷ ബിരുദ പ്രോഗ്രാമിന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം വിദ്യാർത്ഥികളെ ഓർമ്മപ്പെടുത്തി. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിന്ധു S, കമ്പ്യൂട്ടർ സയൻസ് മേധാവി ബെറ്റി മാത്യു, PTA സെക്രട്ടറി സിന്ധു R, കൊമേഴ്സ് വകുപ്പ് മേധാവി അനൂപ് കുര്യൻ P എന്നിവർ സംസാരിച്ചു. കൊമേഴ്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ വിദ്യാർത്ഥിക്കുള്ള അനന്തു ഗോപി സ്മാരക എൻഡോമെന്റ് അഡ്വക്കേറ്റ് മോൻ ജോസഫ് MLA MGO ബിരുദാനന്തര വിദ്യാർത്ഥിനിയായിരുന്ന കുമാരി അനില ഷാജിക്ക് സമ്മാനിച്ചു.